ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇന്ന് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 തേങ്ങ ആട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ലിറ്റർ 400 അങ്ങനെ എങ്ങാൻ പൈസയാണ്. ഇതുപോലെ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സമയം മെനക്കെടുത്തിയാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അധികം വരുന്നത് പുറത്തുനിന്ന് മായം കലർന്ന വെളിച്ചെണ്ണയാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരെ തേച്ച് കുളിപ്പിക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ വെന്ത വെളിച്ചെണ്ണ സ്കിൻ കെയറിന് പറ്റിയൊരു സാധനം കേട്ടോ. നമ്മുടെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിനൊന്നുമല്ല കേട്ടോ, തലയിൽ തേക്കേണ്ട ആവശ്യത്തിനാണ്. അപ്പോൾ ഞാൻ എടുത്ത 5 തേങ്ങയും ഇനി ചിരകി എടുക്കുകയാണ്. ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ഉമ്മയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഹെൽപ്പ്. ഇതിൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പായിട്ട് ഏറ്റവും ടാസ്ക് ഒന്ന് തേങ്ങ ചിരകി എടുക്കൽ, പിന്നെ ഇതിൻ്റെ പാലെടുക്കൽ. അപ്പോൾ നമ്മൾ 5 തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ തേങ്ങേൻ്റെ ലാസ്റ്റിൽ ഇതൊക്കെ നമ്മൾ നല്ലോണം പരണ്ടി എടുക്കണം കേട്ടോ. തേങ്ങക്ക് കൊടുക്കത്ത പൈസയാണ്. അപ്പോൾ നമ്മളൊന്നും വേസ്റ്റ് ആക്കരുത്, ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ 5 തേങ്ങയും നല്ല വൃത്തിക്ക് ചിരകി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നല്ല അടിച്ചട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് അടുപ്പത്ത് വെക്കണം. തേങ്ങ ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പാലൊക്കെ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് വെച്ച് കൊടുക്കും. ഇത് ഒരുപാട് സമയം ഇരുന്ന് വേവൊന്നും വേണം കേട്ടോ. കുറച്ചൊന്ന് തിളവന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ചാൽ നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല തിളയൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വേട്ടെ. വെന്ത വെളിച്ചെണ്ണ എന്നല്ല ഇതിൻ്റെ പേര്. അപ്പോൾ തേങ്ങ വെന്തിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് തിളച്ച് തേങ്ങയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഒന്ന് ചൂടാറട്ടെ. ഇനി നമുക്കിതിൻ്റെ പാലെടുക്കാം. അധികം ചൂടാറുന്നതിന് മുമ്പ് തന്നെ പിഴിഞ്ഞ് പാലെടുക്കണം കേട്ടോ. നമ്മളെ കൈ പൊള്ളാത്തൊരു രീതി ഉണ്ടല്ലോ, ആ പരുവെത്തുമ്പോൾ നമുക്ക് ഇതുപോലെ പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. നിങ്ങളുടെ അടുത്ത് നല്ല വെള്ള കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നല്ലോണം പിഴിഞ്ഞാൽ ഫുള്ള് കിട്ടട്ടോ. നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലോണം പിഴിഞ്ഞ് തേങ്ങേൻ്റെ ചണ്ടി വേറെ പാൽ ഇതിൽ തന്നെ ആക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇത് നമ്മൾ അവസാനം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞ് നമ്മളിതിൻ്റെ പാല് ഏകദേശം ഇങ്ങനെ തന്നെ പുറത്താവും കേട്ടോ. വെന്തത് കൂടി ആയതുകൊണ്ട് പാല് ഫുള്ളിങ് പോരും. ഇനി ലാസ്റ്റ് ഒന്നുകൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ ഫുള്ള് കിട്ടും കേട്ടോ. തേങ്ങേൻ്റെ പാലൊന്നും തീരെ വേസ്റ്റായി കളറിലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തത് കുറച്ച് ഉണ്ടാവുമല്ലോ ബാലൻസ് പൊടിയൊക്കെ ആയിട്ട്, അത് നമ്മൾ ഒന്ന് അരിച്ച് ഇതിൽ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അരിപ്പ വെച്ചിട്ട് ഫുള്ള് അരിച്ചെടുത്ത് അതുകൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചണ്ടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചണ്ടിയല്ല കേട്ടോ, ചണ്ടി ആയിക്കില്ല, അതിലെന്നും പാലുണ്ട്. നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടി ഉണ്ടാവും ഇനി ബാലൻസ്. പല എളുപ്പപ്പടിയും കാണാം കേട്ടോ. നമ്മൾ യൂട്യൂബിൽ തുറന്നാൽ ഫ്രീസറിൽ വെച്ചിട്ട് മേലെയുള്ള എടുത്താൽ മതി. നമ്മളിത് പരമ്പരാഗതമായിട്ട് പണ്ട് ഉമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഉമ്മ ചെയ്യുന്നത്. ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതൊന്നും ശരിയാവില്ല, നമ്മളെപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ പാലെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ലാസ്റ്റ് മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ചെയ്യുന്നത് അധികം വെള്ളം ചേർക്കേണ്ട. വെള്ളം അധികം കൂടിയാൽ നമുക്കിത് ലാസ്റ്റ് വറ്റി വെളിച്ചെണ്ണാവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ വെള്ളം കുറച്ചിട്ടാട്ടോ നമ്മളിതിൻ്റെ അരച്ചെടുത്തത്. ഇനി ഇതുപോലെ പിഴിഞ്ഞ് മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണ്. ഇനി ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇത് ഫുള്ള് ചണ്ടിയാണ്, അതിൻ്റെ ഫുള്ളിങ് പോകുന്നത്. ഇനി വെറും തേങ്ങേൻ്റെ ചണ്ടി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ നിങ്ങൾ, വെറും പൗഡർ പോലെയാണ്. ഇത് എന്തിനെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കാം. പിന്നെ കൊയക്കട്ടയൊക്കെ തേങ്ങയും കൂട്ടി ഉരുട്ടിയിടില്ല, അന്നേരമൊക്കെ അതിനൊക്കെ എടുക്കട്ടെ, അത് വേസ്റ്റാക്കി കളയണ്ട. ഇനി കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് അടുപ്പത്ത് തന്നെ വെക്കണം. അതും ഇതുപോലെ അടികട്ടിയുള്ള പാത്രത്തിൽ വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ അടികട്ടിയുള്ള പാത്രത്തിൽ കുറച്ചധികം സമയം എടുക്കും ഇത്. അതാണ് പറഞ്ഞത് ഗ്യാസ് മേലെ വെക്കരുത്, അടുപ്പത്ത് തന്നെ വെക്കണമെന്ന്. അപ്പോൾ ഇനി ഇത് വറ്റി 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 വെളിച്ചെണ്ണയായിട്ട് ലാസ്റ്റ് വരും കേട്ടോ. ഇനി ഒരു നീണ്ട വെയിറ്റിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഒരുപാട് വറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് വറ്റി വെളിച്ചെണ്ണയായി കിട്ടാൻ. നല്ലോണം തീ കത്തിക്കേ വേണം. അപ്പോൾ വറ്റി വറ്റി വരുന്നുണ്ട്. ഈ വെന്ത വെളിച്ചെണ്ണയൊക്കെ നല്ല പൈസ കേട്ടോ. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ വാങ്ങുന്നതിനേക്കാളും ഭയങ്കര റേറ്റ് കൊടുത്തിട്ടാണ്. നമ്മൾ വെന്ത വെളിച്ചെണ്ണ ചില ഓൺലൈൻ സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടും, ഒടുക്കത്തെ പൈസയാണ്. അത് മാത്രമല്ല നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നതിൻ്റെ ക്വാളിറ്റി അതിന് കിട്ടുമോയെന്നും അറിയില്ല. അപ്പോൾ ഇതാ നമ്മളെ വെളിച്ചെണ്ണ റെഡിയായി വരുന്നുണ്ട്. ഈ സംഭവത്തിൽ എന്താ പറയുക, ബ്രൗൺ കളറാകുന്നതിന് അതിന് കക്ക നട്ടാ പറയുക. കക്ക ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മനസ്സിലാവുക വെളിച്ചെണ്ണ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെളിച്ചെണ്ണയുടെ കളറ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയുടെ കളറല്ല കേട്ടോ, നല്ല വൈറ്റ് കളറാണ്. ഞാൻ മക്കളൊക്കെ പ്രസവിച്ച സമയത്ത് മക്കൾക്കൊക്കെ പുരട്ടി കൊടുത്തത് ഈ ഒരു എണ്ണയാട്ടോ. വെന്ത വെളിച്ചെണ്ണ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് അവർക്ക് തേച്ച് കൊടുത്തത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ ഈ കക്കത്തിലുണ്ടാവട്ടെ വെളിച്ചെണ്ണ, അതുകൊണ്ട് അതൊക്കെ നല്ലോണം
ഞെക്കി പിഴിഞ്ഞെടുത്താലേ അതിൽ വെളിച്ചെണ്ണ കിട്ടും. അല്ലെങ്കിൽ മുഖത്ത് തേച്ചാൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വെളിച്ചെണ്ണ തീർത്ത് ഇറങ്ങി വരാനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേക നിങ്ങൾ ഇത് കഴിക്കുമെന്നറിയില്ല, ഈ കക്കെന്ന് പറഞ്ഞ ഈ സംഭവത്തിന് ഒടുക്കത്തെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിച്ചാൽ പിന്നെയും കഴിക്കണം തോന്നും. പണ്ടൊക്കെ ഈ കക്ക കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാനെ കൊണ്ട് വെളിച്ചെണ്ണ വേദിപ്പിക്കുമായിരുന്നു. നമുക്ക് ഈ വെളിച്ചെണ്ണൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അന്നേരം സ്കിൻ കെയറും ഹെയർ കെയറും എന്ന് പറഞ്ഞോളൂ. അമ്മ കക്ക നിന്നാൻ പുതിയാന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് ഉമ്മാൻ്റെ വൈ തന്നെ നടക്കുമായിരുന്നു. അപ്പോൾ ആ കക്കാണ് കേട്ടോ ഈ റെഡിയായത്. ഇപ്പോൾ എനിക്ക് ഇതിനേക്കാണൊക്കെ ആവശ്യമുള്ളത് ഈ സംഭവം കേട്ടോ കക്ക. എൻ്റെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, അവരൊന്നും ഇത് പണ്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമാട്ടോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചാൽ പിന്നെയും കഴിക്കണം എന്ന് തോന്നും, അത്രക്കൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും കക്കാട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ കക്കം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കുറച്ച് കിടക്കാം. ഇതൊരു പ്രഷ്യസ് ആയ സാധനമാണ്, അത്രക്കാരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് കൈ നീട്ടി വാങ്ങിക്കുന്നുണ്ട് കക്കം. എല്ലാവർക്കും കുറച്ചെടുത്ത് ഞാനും കഴിക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് കിട്ടിയ വെളിച്ചെണ്ണ നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത്രയും വെളിച്ചെണ്ണ കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ബാക്കി നമ്മൾ പിന്നെ വേറെ ബോട്ടിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം നമുക്കൊരു 500ൻ്റെ അളവിൽ വെളിച്ചെണ്ണ കിട്ടി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണക്ക് ഇത്രയും പൈസയുടെ സമയത്ത് ഇതുപോലെ തേങ്ങ വെന്ത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.